ാകണമെങ്കിൽ, സമ്പാദിക്കുന്ന പണത്തിന് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നിന്ന് കാണിക്കുന്ന അദ്ദേഹം മുന്നിലേക്ക് വെച്ച തെളിവുകൾ സഹിതം മുന്നിലേക്ക് വെച്ച ക്രമക്കേടുകൾ നമ്മുടെ മുന്നിൽ വെളിവാകുമ്പോഴത്തേക്ക് അതിനെതിരെ വിരൽ ചൂണ്ടുവാൻ, അതിനെതിരെ പ്രതിഷേധിക്കുവാനായിട്ട് മൗനം പാലിച്ച് നിൽക്കുകയല്ല നിങ്ങൾ വേണ്ടത്. ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ എങ്കിലും ആ മനുഷ്യൻ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അയാൾ മുന്നോട്ട് വെക്കുന്ന തെളിവ് സഹിതം മുന്നോട്ട് വെച്ച ക്രമക്കേടുകൾക്ക് വേണ്ടി ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുവാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ വളരെ വലിയ അപകടത്തിലേക്കായിരിക്കും നിങ്ങളും നമ്മളും ഈ രാജ്യവും വീഴാൻ പോകുന്നത്. ഒരുപാട് മഹാരഥന്മാർ, ഇന്നലെയും പറഞ്ഞു, ഒരുപാട് മഹാരഥന്മാർ ചോര ചിന്തി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് ഒരു കൂട്ടം അധികാരമോഹികളുടെ, ഒരു കൂട്ടം സ്വാർത്ഥ താല്പര്യക്കാരുടെ, ഒരു കൂട്ടം ഫാസിസ്റ്റുകളുടെ മുന്നിൽ അടിയറ വെക്കാനുള്ളതല്ല ആ സ്വാതന്ത്ര്യവും ഈ രാജ്യവും ഈ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും. ഒന്നിച്ചു നിന്ന് പൊരുതിയാൽ ഈ രാജ്യം ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകും. സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നമുക്കും ജീവിക്കാം, നമ്മുടെ വരും തലമുറകൾക്കും ജീവിക്കാം. അപ്പോഴെങ്ങനെയാ? ഒന്നിച്ചു നിന്ന് പൊരുതുകയാണോ അതോ ചിതറി നിന്ന് കീഴടങ്ങാൻ പോകും?